വേൾഡ് ബാങ്ക് ഇമെയിൽ ചോർച്ച എന്നുള്ള ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് സർക്കാർ അന്വേഷണ റിപ്പോർട്ട്. സംഭവം ചോർച്ചയല്ല എന്നും മറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അറിവില്ലായ്മ മൂലമുണ്ടായ അനാവശ്യ വിവാദമാണ് എന്നും ഡോക്ടർ ബി അശോക് IAS പറയുകയാണ്. KM എബ്രഹാം, ഡോക്ടർ A ജയതിലക് എന്നിവർ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേര പ്രോജക്റ്റ് ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണമായത് എന്നുള്ള KM എബ്രഹാമിൻ്റെ ആരോപണം അന്വേഷണത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മന്ത്രിമാരും സെക്രട്ടറിമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സാധാരണയായി ജിമെയിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ടുകൾ അക്കമിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാധാരണ കാര്യത്തെ ക്രമക്കേടായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഉന്നത തലത്തിലുള്ള ഡിജിറ്റൽ സാക്ഷരതയുടെ കുറവാണ് വെളിവാക്കിയത്. ചോർച്ചയുടെ തെളിവായി ചൂണ്ടിക്കാട്ടിയ മാധ്യമ വാർത്ത ഇമെയിൽ ലഭിക്കുന്നതിന് ഏകദേശം 12 മണിക്കൂർ മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വാർത്തയുടെ ഉറവിടം ധനകാര്യ വകുപ്പായിരുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണവും വാർത്തകളിൽ ഉണ്ടായിരുന്നു. അന്ന് ധനകാര്യ സെക്രട്ടറിയായിരുന്നത് ഇന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകാണ്. പത്രവാർത്തയുമായി കൃഷി വകുപ്പിന്റെ ഇമെയിൽ അക്കൗണ്ടിനെ ബന്ധപ്പെടുത്താൻ ഗൂഢാലോചന നടന്നതായും അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. KM എബ്രഹാം ഫയലിൽ സമർപ്പിച്ച ഇമെയിൽ പ്രിന്റ് ഔട്ട് ഔദ്യോഗികമായി ലഭിച്ചതല്ല എന്നും പ്രിന്റ് ചെയ്ത സമയവും തീയതിയും മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇത് IT ആക്ടിൻ്റെയും ഭാരതീയ ന്യായ സംഹിതയുടെയും ലംഘനമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോഗ്നിസിബിൾ കുറ്റകൃത്യമായതിനാൽ ഈ വിഷയത്തിൽ KM എബ്രഹാമിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ കൃഷിമന്ത്രിയെ കാണിക്കാതെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചതും ചട്ടലംഘനമായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണവുമായി ഇരുവരും സഹകരിച്ചില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.